നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം പ്രഥമൻ്റെ റെസിപ്പി ഒന്ന് കാണാം. നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്. വളരെ എളുപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതിനു വേണ്ടി 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഞാനിപ്പം വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഏത്തപ്പഴം എടുക്കണം. ഇതുപോലെ തൊലി കറുത്തു പോയ നല്ല പഴുത്ത പഴം തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആവി കയറ്റിയെടുത്ത ഏത്തപ്പഴം ഇതുപോലൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വെള്ളമില്ലാതെ തന്നെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനിയൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉരുകി വന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ചെടുത്ത ആ ഒരു ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വഴറ്റിയെടുക്കണം. ആ ഒരു നെയ്യ് ഏത്തപ്പഴവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. പഴം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിക്ക് പിടിക്കും. ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ നമ്മളിത് വരട്ടിയെടുക്കുന്ന സമയത്ത് ഒട്ടും തീ കൂട്ടി വെക്കാൻ പാടില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഈ പഴം പ്രഥമൻ നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് പഴം ചെറുതായി അരിഞ്ഞ് ഒന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞ് മൂടി വെച്ച് വേവിച്ച് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ എളുപ്പവും ടേസ്റ്റ് കൂടുതലും കിട്ടുന്നത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. 1 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി മിക്സ് ആക്കി എടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ 1 കപ്പ് അളവിലല്ലേ ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടെ 1/2 കപ്പ് അളവിൽ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. പകുതി ശർക്കര പാനിയും പകുതി തേങ്ങയുടെ 2-3 പാല് ചേർത്ത് കൊടുത്ത് കുറുക്കിയെടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 1/4 പാല് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പഴം നന്നായിട്ട് തന്നെ ഇവിടെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ തേങ്ങാപ്പാൽ പകുതി എടുത്ത് പകുതി പശുവിൻ്റെ പാലും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഒരു പഴം പ്രഥമന് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലിൻ്റെ 1/4 പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചുക്ക് പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഒട്ടും കട്ടയില്ലാതെ തന്നെ വേണം ഇത് മിക്സ് ആക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ കാഷ്നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്ത ബദാമോ അല്ലെങ്കിൽ കപ്പലണ്ടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ആ ഒരു ചൂടോടുകൂടി തന്നെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ വളരെ ടേസ്റ്റിയായ പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. 2 ഏത്തപ്പഴം വെച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ 6 ഗ്ലാസ് പായസം നമുക്ക് കിട്ടും. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇത് ആരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇന്നത്തെ നമ്മുടെ ഒരു ഏത്തപ്പഴം പ്രഥമൻ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്